നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, കർത്താവേ നിങ്ങളോട് തന്നെ പറയണം, എൻ്റെ വിഷയത്തിനേ മാറാൻ പറ്റത്തുള്ളൂ, ദൈവത്തിനും വചനത്തിനും മാറാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഞാൻ കാണും, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം മാറണം. ബൈബിൾ പറയുന്നു, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റം വരത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളതിൽ ബലപ്പെട്ടോണം. മാറ്റം വരേണ്ടത് എൻ്റെ വിഷയമാണ്. കർത്താവ് പറയുന്നു, ഞാൻ എന്തായാലും എൻ്റെ വചനം മാറ്റത്തില്ല. ശ്രദ്ധിച്ചോണം, എൻ്റെ കൂടെ പറഞ്ഞ്, ദൈവം എന്തായാലും വചനം മാറ്റത്തില്ല. ദൈവം വചനം മാറ്റത്തില്ല. മാറ്റത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളോട് പറയണം, എൻ്റെ വിഷയം മാറും. എന്റെ വിഷയം മാറും. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ വിഷയത്തിനും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിഷയത്തിനും, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ രോഗത്തിനും വചനത്തിനും ഒരുപോലെ ഇരിക്കാൻ പറ്റത്തില്ല. രണ്ടുപേരും തമ്മിൽ ചേരത്തില്ല. എപ്പോൾ ഓർത്തും രണ്ടുപേരും തമ്മിൽ വചനമകത്തുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഉറപ്പിച്ചോണം, വചനമകത്തുണ്ടെങ്കിൽ പണം നിനക്കിരിക്കാം. അങ്ങനെ തന്നെ ഒരു വിഷയം നിങ്ങൾ അങ്ങനെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിനക്കിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെയല്ല, അതിക്രമിച്ച് കയറുന്നതിനെ നമ്മളുടെ വീട്ടിൽ ചായയും കാപ്പിയും കൊടുത്ത് സ്വീകരിക്കാറില്ല, അവരോട് ചായയും കാപ്പിയും കൊടുത്ത് പറഞ്ഞു വിടാറില്ല. നമ്മൾ എന്ത് ചെയ്യും? ബലപ്രയോഗം നടത്തും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടിയ സകല വിഷയത്തോടും പറയണം, നിനക്ക് എൻ്റെ മേൽ ജയമില്ല, നിനക്ക് മേൽ ജയിക്കുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ദൈവം തന്റെ വചനം മാറ്റണം. ദൈവം തന്റെ വചനം മാറ്റാടുത്തോളം കാലം എനിക്ക് ബലമാണ്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ സാധാരണക്കാരോട് ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മളെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ ബൈബിളിൽ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മൾ എന്താണ് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അന്തരീക്ഷം നമ്മളുടെ ജീവിതത്തിൽ ഒരുക്കണം, അത്ഭുതം നടക്കാൻ. അത് മിനിഞ്ഞാന്നത്തെ ആയിരുന്നു. ദൈവം വചനത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. ദൈവത്തിന് നമ്മളോട് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ഇന്നും കഴിയുമെന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. ഞാനൊരു മെയിൻ പോയിന്റ് പറഞ്ഞിരുന്നു, ഞാനൊരു മെയിൻ പോയിന്റ് പറഞ്ഞിരുന്നു. നമ്മുടെ കൂട്ടുകെട്ടുകളെ ശ്രദ്ധിക്കുക. ഒരു മെയിൻ പോയിന്റ്, നമ്മുടെ പ്രശ്നത്തിന് അനുയോജ്യമായ വചനം കണ്ടെത്തി അത് പറയുക. അത് തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു. വചനത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കൈ വെച്ചിട്ട് പറഞ്ഞു, ഇന്നലെ ചെയ്ത ദൈവം ഇന്നും ചെയ്യും. ഓർമ്മയില്ലേ ആ വചനമൊന്നും? മറവി വരുമ്പോ സൂക്ഷിക്കണം. മറന്നു പോകുന്നതല്ല, പലതും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ശ്രദ്ധിക്കണം, മറക്കരുത്. കാര്യം നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യുക. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ആ വാക്കല്ലേ, ഫോക്കസ് ചെയ്യുക. നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം, അതിലേക്ക് ശ്രദ്ധ കൊടുക്കണം. ഞാൻ അതൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു, ഈ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട്. ഓർമ്മയുണ്ടായിരുന്നു? ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു. ആവശ്യമില്ലാതെ സംസാരിക്കുന്നവർ കഴിവെങ്കിൽ ലെഫ്റ്റ് ചെയ്യുക. ഏറ്റവും നല്ലതാണ്. പ്രാർത്ഥനയ്ക്കിടയിൽ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നവർ മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹത്തിനും തടസ്സമാണ്. അതുകൊണ്ട് ലെഫ്റ്റ് ചെയ്യുക. ബാക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ, ഞാൻ ഇച്ചിരി സ്ട്രിക്റ്റ് ആകാൻ കാരണം നമ്മുടെ ഇടയിൽ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്, സൂക്ഷിക്കണം. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ഉദാഹരണം പറഞ്ഞായിരുന്നു. ഇതൊന്നും ഞാൻ എന്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നറിയോ? നിങ്ങളുടെ ഉള്ളിൽ നിന്നും ബൈബിൾ ഒരു വാക്കുണ്ട്, പിശാശു വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ എടുത്തുകൊണ്ട് പോകരുത് എന്നൊരു വചനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നല്ലൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. നമ്മൾ സ്കൂൾ ടൈം ആവുമ്പോൾ നമ്മൾ പിള്ളേരെ പിടിച്ചിരുത്തും. അതുവരെ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന പിള്ളേരെ പിടിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യും. നിനക്ക് പരീക്ഷയുടെ ഉദാഹരണം. അതായത് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഫോക്കസ് ചെയ്യും പിള്ളേരല്ലേ, പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം അതുവരെ കളിച്ചും ചിരിച്ചും നടന്ന ഒരു വിഷയം വന്നാൽ നിങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു, പിന്നെ അടുത്ത പ്രാർത്ഥന 7 ദിവസം കഴിയുന്ന പരിപാടി മാറ്റിയിട്ട് നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യണം. എനിക്കതിൻ്റെ മേൽ ജയം വേണം, അതുകൊണ്ട് മുറുകെ പിടിച്ചോണം. ആ വചനത്തെ അതിലോട്ട് തന്നെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തിന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നു? നിങ്ങളൊരു വിഷയം കോൺസെൻട്രേറ്റ് ചെയ്ത്
ആ വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പിന്നീട് ഒരിക്കലും ആ വിഷയത്തിന് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് അത് മനസ്സിലായി? എൻ്റെ വിഷയത്തിന് എന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ലെന്ന് പറ. ആമേൻ. സ്തോത്രം. എന്റെ വിഷയത്തിന് എന്നെ പരാജയപ്പെടുത്താനാവില്ല. അത് ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിച്ചോണം. എൻ്റെ വിഷയങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യരുത്. ആമേൻ. എത്ര പേര് തയ്യാറാ ബ്രദർ? ഈ ദിവസങ്ങളിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യുകയില്ല, ഞാൻ അതിൻ്റെ മേൽ ജയം കാണും. ആമേൻ. ആമേൻ. നമുക്കിന്നും പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ബലപ്പെടാം. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കും. ദൈവത്തിൻ്റെ വചനം നമുക്ക് തുണയായിട്ട് നിൽക്കും. കർത്താവിൻ്റെ വചനം സകലത്തിലും എന്നെ അനുഗ്രഹമാക്കി മാറ്റും, എന്നെ അത്ഭുതമാക്കി മാറ്റും. എൻ്റെ കൂടെ രാമൻ പറഞ്ഞു ഒന്നും കൂടെ. നമുക്കിന്നും പ്രാർത്ഥിക്കാം, നമുക്കിന്ന് വചനത്തിലൂടെ കേൾക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ മരുന്ന് കഴിക്കാൻ ആരെങ്കിലും മറക്കുമോ? ഞാൻ വചനമാകുന്ന മരുന്നല്ല, സാധാരണ മരുന്നിൻ്റെ ആലോചിക്കുന്നത്. മരുന്ന് ആന്റിബയോട്ടിക് വേണ്ടി ഗ്ലാസ് കൊടുത്ത് മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കഴിക്കാൻ മറക്കുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. 5 ദിവസത്തെ ഡോക്ടർ പറയാം 5 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് അല്ലെങ്കിൽ ഒരു നേരം കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഓർത്തെടുത്ത് മരുന്ന് കഴിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ വിഷയത്തിന് മേൽ ഞാൻ ജയം കാണുമെന്ന ഫോക്കസിൽ ദൈവ വചനം പറഞ്ഞ് യേശു അത് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ വചനം പറഞ്ഞ ദൈവത്തിനും വചനത്തിനും മാറാൻ പറ്റത്തില്ലെങ്കിൽ എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഞാൻ ഈ സമയം, ഈ ദിവസം, ഇന്ന് ഞാൻ അതിൻ്റെ മേൽ ജയം കാണും. ആമേൻ. അല്ലെങ്കിൽ ദൈവം വാക്ക് മാറ്റണം. ഇത് സംഭവിച്ചാൽ ഓക്കെ. കർത്താവ് വാക്ക് മാറ്റിയെങ്കിൽ നമുക്കൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു പരിപാടി നടക്കത്തില്ല. പക്ഷെ ദൈവം വാക്ക് മാറ്റാടത്തോളം കാലം മുറുകെ പിടിച്ചോണം, പ്രവൃത്തി നടന്നിരിക്കും. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമുക്കിന്ന് ദൈവവചനത്തിൽ നിന്ന് തന്നെ കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. പഴയ നിയമത്തിലെ ഒരു വാക്യമാണ്, പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞൊരു വാക്യമാണ്. യെശയ്യാ 32-ന്റെ 15 വാക്യമാണ്. 32-ന്റെ 15 വായിക്കാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടോ? ഉയരത്തിൽ നിന്ന് ആത്മാവ് നിങ്ങളുടെ മേൽ, ഉയരത്തിൽ നിന്ന് ആത്മാവ് നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ പകരുവോളം മരുഭൂമി ഉദ്യാനമായി തീരും. ഉദ്യാനം വന്നതായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. ആമേൻ. ഇവിടെ പരിശുദ്ധാത്മാവിനെ പറ്റി പഴയ നിയമത്തിൽ പറയുകയാണ്. യേശു പറഞ്ഞൊരു വാക്ക് നമ്മൾ എപ്പോഴും പറഞ്ഞ വചനമാണ്, ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം നഗരത്തിൽ പ്രാക്കുവിൻ. ലൂക്കോസ് ലീഗായുടെ സുവിശേഷം 24:49. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഈ ധരിക്കുക എന്ന വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വസ്ത്രം പോലെയാണ്, അല്ലേ? ഒരു വസ്ത്രം നമ്മൾ എന്ത് ചെയ്യുക? ധരിക്കുക, അല്ലേ? നമ്മുടെ ശരീരത്തിലേക്ക് വസ്ത്രം ധരിക്കുക. ഇവിടെ ബൈബിള് പറയുന്നു, ഉയരത്തിൽ നിന്ന് ശക്തി നമ്മുടെ മേൽ പകരുവോളം തന്നെ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായിത്തീരും. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതൊരു ഉദാഹരണമാണ് പറഞ്ഞെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നാലുള്ള വ്യത്യാസങ്ങളെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നേ വരെ ഏതെങ്കിലും ഒരു മരുഭൂമി പൂന്തോട്ടമാക്കാൻ പറ്റുമോ? മരുഭൂമി പൂന്തോട്ടമാക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് മരുഭൂമി പൂന്തോട്ടമാക്കാൻ പറ്റില്ല? മരുഭൂമിയിൽ വെള്ളമില്ല. മരുഭൂമിയിൽ വെള്ളത്തിന്റെ ലഭ്യത വളരെ 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 കുറവാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഒരിക്കലും അവിടെ ഒരു ഉദ്യാനം അഥവാ ഒരു പൂന്തോട്ടം ഉണ്ടാകത്തില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നു, ആ മരുഭൂമി ഒരു ഉദ്യാനം ഒരു വനമായി തീരും. 2 കാര്യം ശ്രദ്ധിച്ചോണം. മരുഭൂമിയിൽ ഒരു ഉദ്യാനം, ഒരു പൂന്തോട്ടം ഉണ്ടാകും, ആ പൂന്തോട്ടം ഒരു വനമായി മാറും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിൽ ഇടുക്കിയിലും വയനാട്ടിലും ഉള്ള വലിയ വനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ സഹാറ മരുഭൂമിയിലേക്ക് അത് മാറിപ്പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? ഇല്ലയോ? കാശ്മീരിലുള്ളതുപോലെ ഓറഞ്ച് തോട്ടമോ ആപ്പിൾ തോട്ടമോ നിറഞ്ഞിരിക്കുന്ന വലിയൊരു പൂന്തോട്ടമോ അല്ലെങ്കിൽ ഒരു തോട്ടമോ വനമോ ഒക്കെ ആയിട്ട് മാറിയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. തിരുവചനത്തിൽ പറയുന്നു, പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്.
എത്ര ഈ മരുഭൂമിയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. മരുഭൂമി എപ്പോഴും കാണിക്കുന്ന ഒരു ഡ്രൈനെസ്സിനെയാണ് കാണിക്കുന്നത്, അല്ലേ? നമുക്ക് മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അവിടെ പാർക്കും മറ്റ് കാർ പാർക്കിങ്ങും മറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റും ഉള്ളൊരു സ്ഥലമായിട്ടാണ് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് മരുഭൂമി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പറയുമ്പോൾ തന്നെ ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ലേ? ഓ, ഭയങ്കര ചൂട്, ചുട്ടുപൊള്ളുന്ന മണലാരങ്ങൾ. മിഡിൽ ഈസ്റ്റൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും അല്ലേ? ചുട്ടുപൊള്ളുന്ന മണലാരങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് മരുഭൂമി. അവിടെ ഒരിറ്റ് വെള്ളം കിട്ടുക എന്നുള്ളത് തന്നെ അസാധ്യമാണ്. പക്ഷെ ബൈബിള് പറയുന്നു അങ്ങനെ ഒരു മരുഭൂമിയിൽ ഒരു പൂന്തോട്ടം ഉണ്ടാകുന്നത് പോലെ, അങ്ങനെ ഒരു പൂന്തോട്ടം ഒരു വനമായി തീരുന്നത് പോലെ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥകൾ ഇങ്ങനെയാണ് മാറുന്നത്. ആമേൻ. എൻ്റെ അർത്ഥം, ഇന്ന് നിങ്ങൾ കർത്താവായ പരിശുദ്ധാത്മാവെ അങ്ങ് എന്നിൽ പ്രവർത്തിക്കണം, അങ്ങയുടെ പ്രവർത്തിയാൽ എന്നെ നടക്കണമെന്ന് പറഞ്ഞാൽ ഒരു പൂന്തോട്ടം എങ്ങനെയാണോ ആകുന്നത്? നമുക്കറിയാം, പൂന്തോട്ടത്തിൽ നോക്കാനും അവിടെ ചെല്ലാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? പൂന്തോട്ടം നോക്കാനും അവിടെ ചെല്ലാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ഉണ്ട് ബ്രദർ. ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ലൈഫ് അങ്ങനെ ചേഞ്ച് ആകും. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാര്യം മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് യേശുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തി ഒരു കാര്യം തീരുമാനിച്ചോണം, എൻ്റെ ദൈവത്തിന് എൻ്റെ മേലുള്ള പദ്ധതി എന്നെ മരുഭൂമിയാക്കുക എന്നുള്ളതല്ല, എൻ്റെ ദൈവത്തിന് എന്നെ പൂന്തോട്ടമാക്കുക എന്നുള്ളതാണ്. ആമേൻ. എൻ്റെ ദൈവത്തിന് എന്നെ വനമാക്കി മാറ്റുക എന്നുള്ളതാണ്. അത് എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമിയിൽ. ആമേൻ. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഈ കർത്താവ് തൻ്റെ വചനത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളുടെ ഒക്കെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ മാനുഷിക ബുദ്ധിയിൽ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. മാനുഷിക ബുദ്ധിയിൽ പിടിക്കാൻ പറ്റത്തില്ല. മനുഷ്യന്റെ ഒരു ചിന്തയ്ക്കകത്തും അത് നിങ്ങൾ ഈ ഒരു സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും എന്ന് പറഞ്ഞാൽ എത്ര പേര് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നത്? ആമേൻ. 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 അപ്പൊ നമ്മളൊരു കാര്യം ഓർത്തോണം, നിങ്ങളൊരു കാര്യം ഓർത്തോണം. സങ്കീർത്തനം 138:3 കൂടെ ഞാൻ വായിക്കാം. സങ്കീർത്തനം 138 വാക്യം കൂടെ നോക്കുന്ന കുറച്ചുകൂടെ മനസ്സിലാവും. സങ്കീർത്തനം 138 സങ്കീർത്തനം, അതിൻ്റെ അകത്തൊരു വാക്യമുണ്ട്. ആ വാക്യം വായിച്ചാൽ 138 സങ്കീർത്തനത്തിൽ അതിൻ്റെ 3 വാക്യമാണ്. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഞാൻ വായിച്ചത് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത വാക്കിയുടെ വാക്യാവോ? യഹോവ ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൽ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. കണ്ടോ? ശ്രദ്ധിച്ചോണം, 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോണം, ഞാൻ വിളിച്ചപേക്ഷ സിസ്റ്റർ എല്ലാവർക്കും ആ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തി. ശ്രദ്ധിച്ചോണം, നമ്മൾ ഈ ബലം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ഒരു ബലം, ഒരു ധൈര്യം. ഇതിനെപ്പറ്റിയല്ല പറഞ്ഞത്. പരിശുദ്ധ ആത്മാവിലുള്ള ബലത്തെയും പരിശുദ്ധ ആത്മാവിലുള്ള ധൈര്യത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് യേശു അത് എൻ്റെ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ചെയ്യും. ചിലപ്പോൾ നമ്മളവിടെ പതറിപ്പോയേക്കാം, ഒന്ന് കണ്ണുനീര് വന്നേക്കാം, വിഷമിച്ച് പോയേക്കാം. പക്ഷേ ആ വിഷയത്തിൻ്റെ മേൽ ദൈവം നിങ്ങളുടെ ഉള്ളിൽ അത് ഒരു 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 തോന്നലായിക്കോട്ടെ, ഒരു ബലമായിക്കോട്ടെ, ഒരു ധൈര്യമായിക്കോട്ടെ, ഉള്ളിൽ തോന്നുക, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ രക്ഷപ്പെടും എന്നൊരു തോന്നൽ ആരുടെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? ആമേൻ. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് എവിടെയൊക്കെ ഒരു ബലം നൽകി നിങ്ങളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. അതെന്നാ ബ്രദറെ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വിഷയമുള്ള പലരും ആത്മഹത്യ ചെയ്തു. നിങ്ങളുടെ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന പല ആൾക്കാരും മാനസിക നില തെറ്റി തകർന്നു പോയി. നിങ്ങളുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പലരും യേശുവിനെ കളഞ്ഞിട്ടും പോയി. പക്ഷെ നിങ്ങൾ എന്നെ പോകാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്കൊരു ബലം നൽകി, ദൈവം നിങ്ങൾക്കൊരു ധൈര്യം നൽകി. എന്തിനാണെന്നറിയാവോ? നിങ്ങളൊരു പൂന്തോട്ടമാക്കി മാറ്റുവാൻ. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്റെ അവസ്ഥ മാറുവോ? മരുഭൂമിയെ പൂന്തോട്ടമാക്കാൻ കഴിയുന്ന ദൈവത്തിന്, മരുഭൂമിയെ വനമാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എൻ്റെ വിഷയവും. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണം. കർത്താവേ, എനിക്കത് ചെയ്ത് തരണം.
നമ്മളെപ്പോഴും ചെല്ലുമ്പോൾ ഒരു വലിയൊരു ഫോർമാലിറ്റിക്കകത്താണ് നിൽക്കുന്നത്. ഓ എൻ്റെ ദൈവമേ, ഞാൻ ദൈവത്തിൻ്റെ ദാസൻ, ദാസി, മകൻ, മകൾ, വലിയ ഫോർമാലിറ്റിയൊക്കെ അറിയുന്നത്. കർത്താവിന് പറ, കർത്താവേ, അങ്ങ് എൻ്റെ അവസ്ഥ അറിയുന്നില്ല, എനിക്കൊരു അത്ഭുതം വേണം. ഞാൻ ചോദിക്കുന്നത് കഴിയുന്നയാളുടെ അടുത്താണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഞാനിപ്പം തോമസ് ബദറിൻ്റെ അടുത്തും ജോളി ബദറിൻ്റെ അടുത്തും വന്നിട്ട് ചോദിക്കുക, എനിക്കൊരു 1 രൂപ തരാവോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് വിഷമമാണോ, കഴിയുന്നതാണോ? കഴിയും. അതേ സ്ഥാനത്ത് ഞാൻ വന്നിട്ട് ഒരു ദിവസം രാവിലെ വാതിലെ കൂട്ടി 2 പേരോടും ചോദിക്കും, എനിക്കൊരു 30 ലക്ഷം രൂപ തരാൻ പറ്റുമോ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കെന്ന് പറഞ്ഞാൽ പറ്റുമോ ഇല്ലയോ? പറ്റില്ല. ബുദ്ധിമുട്ട്. 1 കോടി ചോദിച്ചാലോ? 2 കോടി ചോദിച്ചാലോ? രക്ഷയില്ല. 10 കോടി ചോദിച്ചാലോ? തരത്തില്ല. അപ്പോൾ 1 രൂപ തരാൻ നിങ്ങൾ റെഡിയാ അല്ലേ? ഒരു കുഴപ്പം നിങ്ങൾക്ക് 1 രൂപ തരാൻ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. 1 രൂപ തരാൻ കുഴപ്പമുണ്ടോ? ഇല്ല. അത് ചോദിക്കാൻ എനിക്ക് വല്ല ഫോർമാലിറ്റിയും വേണോ? അയ്യോ സഹോദര, എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എനിക്ക് അത് പറയാൻ എനിക്ക് വലുതുണ്ടോ? സഹോദര 1 രൂപയ്ക്ക് ഇതാ. നമ്മളെ പല സുഹൃത്തുക്കളും അങ്ങനെ പറയില്ല, 1 രൂപയ്ക്ക് തന്നെ നമുക്ക് വേണേൽ പോക്കറ്റിൽ ഇട്ട് കൈയിട്ടെടുക്കാൻ വേണമെങ്കിൽ 1 രൂപയല്ലേ ഉള്ളൂ. പക്ഷെ ആ സ്ഥാനത്ത് അയാളുടെ പോക്കറ്റിൽ കൈയിട്ടിട്ട് 10,000 രൂപ എടുക്കാൻ പറ്റുമോ? അവിടെ ഫോർമാലിറ്റി വേണ്ടി വരും. അവിടെ നമുക്കൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ചോദ്യത്തിന് കുറച്ച് പമ്മൽ വരും. കാരണം എന്താണെന്നറിയാവോ? ആ എമൗണ്ട് ഞാൻ ചോദിക്കുന്ന ആൾക്ക് വലിയ കാര്യമാണ്. പക്ഷെ എൻ്റെ ദൈവത്തിന് എൻ്റെ വിഷയം ചെറുതാണ്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കർത്താവിന് ആ വിഷയം വേറും 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 നിസ്സാരവാ. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എൻ്റെ മരുഭൂമിയെ, എൻ്റെ ലൈഫാകുന്ന മരുഭൂമിയെ ദൈവം പൂന്തോട്ടമാക്കി മാറ്റാനാ ദൈവത്തിന്റെ പ്ലാൻ. നമ്മൾ ഓർക്കും, എൻ്റെ ബ്രദർ ഈ വിഷയം കഴിഞ്ഞിട്ടൊന്ന് സ്വസ്ഥതയോടെ ഇരുന്നാൽ മതി. ഞാൻ നിങ്ങൾ പറയും, സഹോദര സഹോദരി, പൂന്തോട്ടമാക്കാനല്ല പദ്ധതി, വനമാക്കാനാ. സ്വസ്ഥതയോടെ ഇരുത്താൻ മാത്രമല്ല, അനേകരെ കൊടുത്തും പ്രാർത്ഥിച്ചും സഹായിക്കുന്നവരാക്കാനാ ദൈവത്തിന്റെ പ്ലാൻ. വലിയ പ്ലാനാ കിടക്കുന്നത്. അതുകൊണ്ട് പറ, കർത്താവേ, എനിക്കിതിന്ന് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ, എനിക്കിതിന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി അകത്തോട്ട് ബലം പ്രാപിക്കും. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തുന്നൊരു ദൈവം. ഈ ധൈര്യം എന്നാണെന്നറിയോ? ഞാനത് ആദ്യം പറഞ്ഞത്, എനിക്ക് 1 രൂപ ചോദിക്കാനുള്ള ധൈര്യം 1 കോടി ചോദിക്കാനില്ല. കാരണം എന്നാ? ബന്ധമല്ല. അത് തന്നെ, ഉറപ്പില്ല. ജോളി ബദറിനോ തോമസ് ബദറിനോ എന്നെ 1 കോടി തന്ന് സഹായിക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന ഉറപ്പാണ് എന്നെ ചോദിക്കാൻ മടിക്കുന്നത്, എന്നെ ഫോർമാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ 1 രൂപ ചോദിക്കാൻ എനിക്ക് ഉറപ്പുണ്ട്. അത് ഉറപ്പായും കിട്ടും. വീട്ടിൽ എവിടെയെങ്കിലും തപ്പിയാൽ കിട്ടും അല്ലേ? ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കൂടാതാലും കാണാൻ പറ്റും 1 രൂപ. എനിക്ക് ഉറപ്പുണ്ട്. അതേപോലെ നമ്മുടെ വിഷയങ്ങളൊന്ന് കൺവേർട്ട് ചെയ്തേ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിന്നിട്ട് എൻ്റെ വിഷയങ്ങളിൽ ഒന്ന് ധൈര്യപ്പെടണം. കർത്താവേ, എനിക്കിത് വെറും ഞാൻ ചോദിച്ചോട്ടെ, പത്രോസ്ലീഹ വന്നിട്ട് വലിയ ഭാരപ്പെട്ടു, കർത്താവേ, ടാക്സ് അടച്ചില്ലെങ്കിൽ നമുക്ക് ഈ കരയെ നിൽക്കാൻ പറ്റത്തില്ല. പത്രോസ്ലീഹ ഓർത്ത് യേശു ക്രിസ്തു ഇപ്പം അങ്ങ് ടെൻഷൻ എടുക്കുന്ന ദൈവം എന്നാ ചെയ്യും? പത്രോസ്ലീഹയ്ക്ക് അറിയാം, ഭയങ്കര ബുദ്ധിമാനാണ് പത്രോസ്ലീഹ. കർത്താവ് പറഞ്ഞു, കർത്താവേ, ടാക്സ് അടച്ചില്ലെങ്കിൽ ഈ ഏരിയ നിൽക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, കാര്യം ചെയ്ത് ചൂണ്ടയെടുക്ക്, എന്നിട്ട് ആ കടൽ തീരത്ത് പോയിരിക്കുക. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് യേശുവിൻ്റെ പ്രസംഗം കേൾക്കുന്ന ഒരാളാണെങ്കിൽ, പത്രോസ് ഒരു 2 10 ഒരു 15 ചൂരയെ പിടിച്ച് 15 ഇത്ര മീനെ പിടിച്ച് കൊണ്ട് വിറ്റ് അത് മേടിച്ച് തിരിച്ച് കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്ന സമയം ഇത്ര ദിവസം എടുക്കും. യേശു പറഞ്ഞു, ആദ്യം കിട്ടുന്ന മീൻ്റെ അകത്ത് എന്തുണ്ട്? നിനക്ക് വേണ്ടതുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ദൈവശക്തി. നമ്മളാണെങ്കിൽ ഇതന്നെ കർത്താവ് എന്തുകൊണ്ടാണ് പത്രോസിലേക്ക് ഒരു 10 കൊട്ട മീൻ കൊടുത്തിട്ട് ചുമന്നുകൊണ്ട് പോയി ചന്തയിൽ കൊണ്ട് വിറ്റ് അതിൻ്റെ പൈസയായിട്ട് വരാൻ പറയാതെ വേഗത്തിൽ ചെയ്യുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തിന് അത് വലിയ വിഷയമൊന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ലക്ഷക്കണക്കിന് പറ്റുമോ എനിക്കറിയത്തില്ല, കോടിക്കണക്കിന് മീനുകളുള്ള കടലിൽ പത്രോസ്ലീഹ ഇടുന്ന ചൂണ്ടയിൽ ഈ ചതുദ്രമപ്പണമുള്ള മീൻ തന്നെ വന്ന് കൊത്തണമെന്നുള്ളത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. ഏതെങ്കിലും ഒരു മീനെ പിടിച്ചാൽ പറ്റത്തില്ല, ആ മീൻ തന്നെ വരണം. ഞാൻ വീണ്ടും പറഞ്ഞു, യേശു വിളിച്ചാൽ വരാത്ത ഒരു നന്മയില്ല, യേശു പറഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യമില്ല.
കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. ദൈവത്തിൻ്റെ പ്ലാൻ എന്നെ വനമാക്കി മാറ്റുക. എൻ്റെ മരുഭൂമിക്കകത്ത് കിടന്ന് വെള്ളമില്ലാതെ ചാകാന്നുള്ളതല്ല, എൻ്റെ മരുഭൂമിയെ പൂന്തോട്ടമാക്കി എന്നെ വാനമാക്കി മാറ്റുവാൻ യേശുവിൻ്റെ പദ്ധതി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എൻ്റെ ഉള്ളിൽ അവൻ ബലം നൽകി. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൽ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യുന്നുണ്ട്. അപ്പം രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സംഭവമല്ലേ? അടുത്ത വാക്യം പറഞ്ഞു, നിന്റെ വായിൽ നിന്ന് വചനങ്ങളെ കേട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. രാജാക്കന്മാർ പോലും കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന കാലം വരും. നിങ്ങളെന്ന വ്യക്തി ഒന്ന് എടുത്ത് ഉയർത്തിയാൽ മതി. അപ്പം നമ്മളെ പറ്റിയുള്ള പ്ലാനുകൾ വലുതാണ്. പക്ഷെ നമ്മളിപ്പോഴും നിൽക്കുന്നത് 1 രൂപയുടെ ആവശ്യത്തിന് വേണ്ടി. ഇപ്പം നിങ്ങൾ നിൽക്കും, ബ്രദർ എൻ്റെ വിഷയം ബ്രദറിനെ അറിയാൻ പാടില്ല, എൻ്റെ സഹോദരി ആ വിഷയം കേട്ടാൽ എനിക്ക് തന്നെ പേടിയാണ്. പക്ഷെ യേശുവിന് പേടി വരുമോ? പറ്റും, നിങ്ങൾ പറയാം, പേടി വരുമോ യേശുവിന്? നമ്മുടെ വിഷയം കേട്ടാൽ യേശു ഞെട്ടു. എൻ്റെ സഹോദരൻ, നിങ്ങൾ ഇത്രയും വലിയ പ്രശ്നത്തിൻ്റെ അകത്താണോ ഇരിക്കുന്നത് എന്ന് യേശു ചോദിക്കുവോ? ഇല്ല. മരിച്ച വീട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മിനിഞ്ഞാന്നല്ല മരിച്ച വീട്ടിൽ പോയത്. മരിച്ച വീട്ടിൽ ചെന്നിട്ട് യേശു എന്നാ പറഞ്ഞത്? ബാല മരിച്ചിട്ടില്ല, ഈ കർത്താവാണ് എൻ്റെ കർത്താവ്. മരിച്ച വീട്ടിൽ പോയാൽ പോലും ടെൻഷൻ ആകാത്ത കർത്താവ്. മരിച്ച വീട്ടിൽ പോയാൽ പോലും അതിനെ ഡീസൻ്റ് ആയിട്ട് കൂളായിട്ട് അത് ഇപ്പം എണീറ്റ് വരാൻ പോവാന്ന് പറയുന്ന കർത്താവ് എൻ്റെ വിഷയങ്ങളെ അവൻ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. അപ്പം ബ്രദർ, എൻ്റെ ഇപ്പോഴത്തെ വിഷയങ്ങളിൽ ഞാൻ എന്നാ ചെയ്യും? ധൈര്യത്തോടെ പറ, കർത്താവ് എനിക്കിതൊരു തീർപ്പ് വേണം. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ദൈവസന്നിധിയിൽ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് മനസ്സിൽ നോക്കി, 1 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ 10 ലക്ഷം രൂപ ഉള്ള നിങ്ങളുടെ സുഹൃത്തിനോട് പോയി നിങ്ങൾ ഭിക്ഷ യാചിക്കുക എന്നുള്ളത് എന്തൊരു നാണക്കേട്. അയാൾക്ക് നാണക്കേടാണ്, അല്ലയോ? നിങ്ങളുടെ ഒരു സുഹൃത്ത്, തിരിച്ച് ഞാൻ പറയാം, നിങ്ങളുടെ ഒരു സുഹൃത്ത് ഭയങ്കര സ്നേഹിതനാണ്, നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ്. അയാളൊന്ന് ചോടാ 1 രൂപ താ, എൻ്റെ സഹോദരൻ 1 രൂപ താന്ന് നിങ്ങളോട് വന്ന് അവൻ യാചിച്ചാൽ കണ്ടു നിൽക്കുന്നവർ എന്നാ പറയും? തനിക്ക് നാണോടെ നിൽക്കും. തൻ്റെ കൂട്ടുകാരനില്ല, അവൻ ഇത്രയും 1 രൂപ വെച്ചിട്ട് നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യും? അവനെ കെട്ടിപ്പിടിച്ച് ഒന്നല്ല ഒരു 10,000 രൂപ എടുത്ത് കൊടുക്കും, അല്ലേ? ആണോ അല്ലേ? നിങ്ങൾ പറ. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞത്, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി ചെയ്യുവാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവം എന്നൊക്കെ പറയാൻ കാരണം നമ്മളെപ്പോഴും ഓർത്തോണം, എൻ്റെ ദൈവം ആ തുകയൊക്കെ എഴുതി വെക്കണം. ഈ ദിവസങ്ങളിൽ കടഭാരത്തിലിരിക്കുന്നവർ എത്രയാ തുക അന്ന് എഴുതി വെച്ചേ. എന്നിട്ട് എഴുതി വെച്ചിട്ട് പറ, കർത്താവേ, ഇത്രയും ചെറിയ തുകയാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ഇത്രയും ചെറിയ തുകയാണ് ചോദിക്കുന്നവരാ. അതിപ്പോ 100 കോടിയാണെങ്കിലും 100 കോടിയാണെങ്കിലും 1000 കോടിയാണെങ്കിലും കർത്താവ് പറയും, നിനക്കത് വലുതാ, എനിക്കിതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാര്യം മനുഷ്യൻ അച്ചടിച്ചതല്ലേ നോട്ട്, ദൈവം അച്ചടിച്ചൊന്നുമല്ല. സ്വർഗത്തിൽ നിന്ന് അച്ചടിച്ച് വലിയ വില കൂടിയിട്ട് കൊണ്ടുവന്നൊന്നുമല്ല. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ വിഷയങ്ങൾ ചേർന്ന് നമ്മൾ അങ്ങനെ പറ. കർത്താവേ, ഈ ദിവസങ്ങളിൽ ആ രോഗത്തെ, കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഈ രോഗം നിസ്സാരവാ. ഞാൻ പലപ്പോഴും പറയത്തില്ല, നമ്മൾ കയ്യിലൊക്കെ ഒരു കൊതുക് കടിച്ചൊരു വേദന എടുത്താൽ നിങ്ങളത് പ്രാർത്ഥിച്ച് മാറ്റാൻ നിൽക്കുമോ? ഒരു കൊതുക് വന്ന് കുത്തി, അപ്പോൾ ഒരു വേദന, ഈശ്വരൻ്റെ നാമത്തിലെ വേദന പോട്ടെ എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. നമ്മളതിനെ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇത്രയേ ഉള്ളൂ ദൈവത്തിന് നിങ്ങളുടെ വേദനകൾ, അത്രയും പോലുമില്ല. പറ, കർത്താവ്, എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ പറയണം, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ദൈവത്തോട് എന്തിനാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? നിങ്ങളുടെ മനസ്സിൽ ദൈവത്തോടുള്ള ചിത്രം നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ദൈവത്തിന് എൻ്റെ വിഷയം ഒന്നുമല്ലെന്ന്. നമ്മൾ അങ്ങനെ വേണം കർത്താവിനോട് സംസാരിക്കുവാൻ. അന്നാളിൽ അവൻ എൻ്റെ ഉള്ളിൽ ബലം നൽകും. ബലം എന്ന് പറയുന്നത് അടുത്ത വാക്യത്തിൽ, എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഉയരത്തിൽ നിന്ന് ശക്തി വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മറ്റു പ്രത്യേകത, അവൻ ധൈര്യത്തിൻ്റെ ആത്മാവാ, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും ബലത്തിൻ്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ്. മറ്റേ സുഹൃത്ത് പറഞ്ഞ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞേക്കുന്നത്, സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞേക്കുന്നത്. എൻ്റെ കൂടെ പറഞ്ഞ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും ബലത്തിൻ്റെയും സുബോധത്തിൻ്റെയും സെൽഫ് കൺട്രോളിൻ്റെ ആത്മാവാന്ന് പറ, സ്വയം നിയന്ത്രണത്തിൻ്റെ ആത്മാവാന്ന് പറ. അപ്പൊ നിങ്ങൾക്ക് ദൈവത്തോട് അത് പറയുമ്പോൾ പരിശുദ്ധ ആത്മാവ് നമുക്കത് ചെയ്തു തരും. എപ്പോഴും ഓർത്തോണം, ദൈവത്തിന് എന്നെ പറ്റിയുള്ള പദ്ധതി ചെടിച്ചട്ടിയാകുക എന്നുള്ളതല്ല, പൂന്തോട്ടമാകുക എന്നുള്ളത്. പിന്നീട് ആ പൂന്തോട്ടം വളർത്തി വാനമാക്കി മാറ്റും. അതിൻ്റെ അർത്ഥം അനേകർക്ക് എന്നെ അനുഗ്രഹമാക്കി മാറ്റും.
ഇപ്പൊ നിങ്ങൾ പറയാം, എൻ്റെ ബ്രദറെ എനിക്കൊരു ആഗ്രഹമുണ്ട്, ആരുടെയും ഹൃദയത്തിൽ ആഗ്രഹത്തെ കർത്താവുള്ളൂ, അനേകരെ സഹായിക്കണമെന്നും ആഹാരം മേടിച്ചു കൊടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ബ്രദറെ, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആരാധന ഏറ്റെടുത്ത് വലിയൊരു ബ്രേക്ക് ത്രൂ നിങ്ങളുടെ മേലെ റിലീസ് ആകാൻ പോകുക. കർത്താവോട് പറയുന്നു, ആയിരങ്ങൾക്ക് വിളമ്പി കൊടുക്കുവാൻ, ആയിരങ്ങൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം നിറവ് ദൈവം തരാൻ പോവാ. നിങ്ങളുടെ ആഗ്രഹം ദൈവം സീൽ ചെയ്തു കേട്ടോ. യേശുവേ നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അനേകരെ സഹായിക്കുവാൻ ഒരു വനമായി മാറാൻ പോവാ. വനത്തില് ഈ വനത്തിന്റെ പ്രത്യേകത എന്തുവാ? വനത്തിന്റെ പ്രത്യേകത, വനത്തിൽ ചെന്ന് എന്താ കാണാൻ പറ്റും? കാട്ടുമൃഗങ്ങളെ അങ്ങ് മാറ്റിവെക്ക്, കാട്ടുമൃഗങ്ങളെ മാറ്റിവെക്ക്. ആമസോൺ കാട്ടിൽ എന്തൊക്കെ കാണാൻ പറ്റും? മരങ്ങൾ മാത്രമാണോ? മരങ്ങളും സസ്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാനുള്ള സകല ഫ്രൂട്ട്സും അതിൻ്റെ അകത്തുണ്ട്. ആണോ അല്ലയോ? ഒരാൾ നിങ്ങൾ കാട്ടിൽ കയറി ഫ്രൂട്ട്സ് കഴിച്ചാൽ ആരെങ്കിലും കണക്ക് വയ്ക്കാൻ വരും? എത്ര കഴിച്ചു, എത്ര കിലോ കഴിച്ചു, വല്ലവരും ചോദിക്കുമോ? കാര്യം അതിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ മരങ്ങളും വൃക്ഷങ്ങളും സമൃദ്ധിയും നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് വനം. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധിയുള്ളൊരു വനമാക്കി മാറ്റുക. സ്പിരിച്വലി, ആത്മീയമായി. 2, ഭൗതികമായി. മറക്കരുത്. എൻ്റെ കൂടെ പറഞ്ഞ നാട്ടിൽ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ടവൻ ഞാനാകുന്നു പറ. നാട്ടിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ ഞാനാണ്. നാട്ടിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വീട് ഭൗതികവും ആത്മീയവുമായിട്ട് എൻ്റെ വീടായി തീരുമെന്ന് പറ. ഞാൻ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വീട്, ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹിക്കപ്പെട്ട വീട് എന്റേതാണ്. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ അങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ദൈവവചനം, എനിക്ക് പലപ്പോഴും അതിശയം, കർത്താവേ വചനം പറയുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മൾ ഓടുന്ന വണ്ടിയോ, എൻ്റെ ദൈവമേ, വലിയ വലിയ പ്രയാസത്തിൻ്റെ നമുക്ക് വചനം പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ അത് ക്ലെയിം ചെയ്തെടുക്കണം, അത് നമ്മൾ ഏറ്റെടുക്കണം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ലോകത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മറ്റ് നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളല്ല, മറ്റ് അമേരിക്ക, മറ്റു പോലെയുള്ള UK, മറ്റ് രാജ്യങ്ങളൊക്കെ പഠിച്ചു നോക്കിയാൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ കേട്ടതാണ്, ഈ ഒരു കാലഘട്ടത്തിൽ ഇവരെല്ലാം വലിയ തകർച്ചയിലൂടെ കടന്നു പോയപ്പോൾ ആ ദേവദാസൻ്റെ പേര് ഞാൻ മറന്നുപോയി, ജോൺ ബ്ലേസ്ലി അല്ല, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം വചനത്തിലൂടെ എങ്ങനെയാണ് നമ്മുടെ രാജ്യം, നമ്മുടെ ലൈഫ് അനുഗ്രഹിക്കപ്പെടാം എന്നുള്ളത് ജനത്തെ പഠിപ്പിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ പഠിപ്പിച്ച് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. തകർന്നു പൊക്കോണ്ടിരിക്കുക. കെനത്ത് ഹേഗൻ അല്ല, അതിന് കുറച്ചുകൂടെ പുറകോട്ട് പോകണം. കെനത്ത് ഹേഗനുണ്ട്, കെനത്ത് ഹേഗനൊക്കെ അതിൻ്റെ അകത്തൊരു ഇത് വരുന്ന, അതിനേക്കാൾ പുറകോട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ക്ഷമിക്കണം, ഞാൻ ചെന്നത് റെഫറൻസ് എടുത്തില്ല. അപ്പം അവര് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു എങ്ങനെ ക്രിസ്താവിൽ. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഇത് കേൾക്കുമ്പോൾ ചിലർ ചിന്തിക്കും, ഇത് വലിയ ഭൗതിക ചിന്തയാ. ഞാൻ ചോദിച്ചോട്ടെ, മറ്റുള്ളവരുടെ മുമ്പ് ഇപ്പോൾ കൈ നീട്ടുന്നതാണോ നല്ലത്, അനേകർക്ക് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ കൊടുക്കുന്നവരായി മാറുന്നതാണോ എളുപ്പം? ഞാൻ ചോദിച്ചോട്ടെ, ബൈബിളിൽ അങ്ങനെയുണ്ട്. ബൈബിൾ പറഞ്ഞ അബ്രഹാമിന്റെ സകല അനുഗ്രഹങ്ങളും ക്രിസ്തുയേശുവിൽ നമ്മുടെ മേൽ വന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, അബ്രഹാമിന്റെ അനുഗ്രഹം കിട്ടിയിട്ട് വേണം എനിക്ക് ജീവിക്കാൻ. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ, ഇസ്രായേലിന്റെ വാഗ്ദത്തങ്ങൾ, ഇത് മുഴുവനും യേശുവിലുള്ള അനുഗ്രഹങ്ങളും, ഇത് മുഴുവനും എൻ്റെ മേൽ കിടക്കുക. പക്ഷെ ഇതെനിക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല പലപ്പോഴും. ആമേൻ. ഞാൻ ഓർക്കുന്നുണ്ട്, പാതി കാലഘട്ടത്തിലൊക്കെ ഞാൻ എൻ്റെ പേഴ്സിനെ എടുത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മുടെ ഞാലികുഴിയിലൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളത് ഓർക്കുന്നുണ്ടോ? ഞാനത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാലികുഴിയിലൊക്കെ. ഓറൽ റോബർട്ട്സ് അതിന്റെ പേര് ഞാൻ മറന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്, എന്നാലും ഒത്തിരി പഴയ ഒരാളാണ്. അപ്പം ഞാൻ ആ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ പേഴ്സിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു 10 രൂപ പോലും തികച്ചില്ല. പക്ഷേ ഞാൻ അതിനെ നോക്കി വചനം വിളിച്ച് പറയാൻ തുടങ്ങി. ഞാൻ എന്താ ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്ന ഒരു മേഖല എപ്പോഴും ഞാനതിനെ ബ്രേക്ക് ചെയ്തു. തട്ടിയും മുട്ടിയും പോകാനല്ല യേശു വിളിച്ചിരിക്കുന്നത്. പലപ്പോഴും പലരും വന്ന് പറയും, ബ്രദറെ ഇതൊന്ന് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും ജീവിച്ചാൽ. ഞാൻ പറഞ്ഞു, തട്ടിയും മുട്ടിയും ജീവിക്കാനാണെങ്കിൽ ടാറ്റ പറഞ്ഞു വെക്കൂ. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പോലെ വാരി വിതറി കൊടുക്കുന്നവരായിത്തീരും. ആമേൻ. കൊടുക്കുന്നവരായിത്തീരും. ഒന്നാലോചിക്കും, വാരി വിതറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലായി? വാരി വിതറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കണക്കില്ലാതെ കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം. നമുക്കിപ്പോൾ അറിയാം, 50 രൂപ നമ്മുടെ മേടിച്ച് ആരാ നമുക്ക് ഏത് ഉറക്കത്തിൽ വിളിച്ചാൽ അറിയാൻ പറ്റും അല്ലേ? അയ്യോ, ഇന്നാൾ എൻ്റെ സഹോദരി 50 രൂപ മേടിച്ചതാ. കാരണം എന്തുവാ? 50 രൂപ നമുക്ക് വലിയ കാര്യമാണ്. പക്ഷെ വാരി വിതറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓർമ്മ പോലും കാണത്തില്ല. ആമേൻ.
തിരുവചനം പറയുന്നത് ഉയരത്തിൽ നിന്ന് ശക്തി വരുമ്പോൾ സ്പിരിച്വലി ഞാൻ പറയും നമ്മളെ ദൈവം ഉപയോഗിക്കും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ നാട്ടിൽ രോഗികൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. എത്ര പേര് ആമേൻ പറയുന്നത്? ആമേൻ. ആമേൻ ആ സ്തോത്രം. നിങ്ങളുടെ അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാനേ രോഗിയാ ബ്രദറെ, ഞാനേ രോഗി അവസ്ഥയിലിരിക്കുക. ഒന്ന് കൂടെ പറ, എന്റെ രോഗവും മാറും, അനേകർ രോഗം മാറ്റുന്നവരാക്കി യേശു എന്നെ തീർക്കും. എന്റെ രോഗം മാറും, അനവരുടെ രോഗം ഓ, മാറ്റുന്ന ഈ ആളായി വയസ്സാം എന്നെ കാലത്തിന് ഈ വയസ്സാം കാലത്തിന് ദൈവം മാറ്റും. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവല്ലേ? ഞാൻ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അങ്ങനെയായി തീരുവെന്ന് ദൈവം പറഞ്ഞ പിന്നെ ആമേൻ പറ. ആമേൻ പറഞ്ഞ് ആമേൻ പറഞ്ഞൊന്ന് മുദ്രയിട്ടെ. ആമേൻ. ആമേൻ ആമേൻ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ. ആമേൻ പറയുമ്പോൾ ആമേൻ. തന്നെ ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. ഞങ്ങളുടെ നടുവിന് ഭയങ്കര വേദനയായിട്ട് കൊളുത്തി പിടിക്കുന്നത് പോലെ അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയെ യേശു ഈ നിമിഷം കൈ എവിടെ നിന്ന് വെച്ച് ആമേൻ ആമേൻ പറഞ്ഞ് ഞങ്ങൾ അതിനെ മുദ്രയിടുന്നു. ആ സൗഖ്യത്തെ റിലീസ് ചെയ്യുന്ന ഇപ്പൊ തന്നെ കൊളുത്തി വലിക്കുന്ന ഒരു അനുഭവം. ചില സമയങ്ങളിൽ വല്ലാത്തൊരു വേദന പൊളയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നൊരവസ്ഥ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ തന്നെ, ഇനി മേലാൽ അത് വരത്തില്ല. ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങൾ അതിനെ സീൽ ചെയ്യുന്നു, സീൽ ചെയ്യുന്നു, സീൽ ചെയ്യുന്നു. കർത്താവ് തൊട്ടതിന് നന്ദി. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അത് മാറി യേശുവിന്റെ നാമത്തിൽ അത് മാറി. ഓ ഹല്ലേലൂയ. വചനം പറയുന്നു മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി തീരും. ഇനി ശ്രദ്ധിച്ചോണം, നമ്മുടെ ഉള്ളിൽ ഒരു ബലം, ഒരു ധൈര്യം വരുന്നുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം. കൺഫേം ആണ്, ആ വിഷയം മാറും എന്നതിൻ്റെ കൺഫേം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവം എൻ്റെ ഉള്ളിൽ ഒരു ബലം നൽകും. എന്താ ഈ ബലം എന്ന് ചോദിച്ചാൽ, ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മനുഷ്യൻ ഡിപ്രഷനിലേക്കും തകർച്ചയിലേക്കും പോകുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടു, അവൻ്റെ ബലം നഷ്ടപ്പെട്ടു. എന്നാൽ അതേ വിഷയത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് വിഷയമൊന്നും മാറിയിട്ടില്ല, പക്ഷെ ഉള്ളിൽ എവിടെയൊക്കെ ഒരു ബലം, എവിടെയൊക്കെ ഒരു ധൈര്യം, ദൈവം ഇതെല്ലാം ചെയ്യും എന്നൊരു ധൈര്യം, അതിൻ്റെ കാര്യം ഉറപ്പിച്ചോണം. കർത്താവ് അത് ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ റെസീപ്റ്റ് അത് വന്നവരാരെങ്കിലും ഉണ്ട് ആമേൻ പറഞ്ഞേ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ റെസീപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട, അവിടെ ചെന്നു നിങ്ങളുടെ വിഷയത്തിന്റെ പരിഹാരത്തിന്റെ ദൈവം ഏറ്റെടുത്തു എന്നുള്ളതിന്റെ റെസീപ്റ്റ് ആണ്. ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെട്ടിരിക്കുന്നത്. ഇത് രണ്ടും ശ്രദ്ധിച്ചു നോക്കി, ഈ ബലവും ധൈര്യവും ശ്രദ്ധിച്ചു നോക്കി. ബലം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിഷയത്തിന്റെ അകത്തായി തീരുമ്പോൾ ആദ്യം നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്, നമ്മൾ പറയത്തില്ല എൻ്റെ സകല ബലവും ചോർന്നു പോയി. രണ്ട്, നമ്മൾ പറയത്തില്ലേ എനിക്കിപ്പോൾ ഒരു ധൈര്യമില്ല, ഞാൻ പേടിച്ചിരിക്കുക. പക്ഷേ ഇതിങ്ങനെ പറയുമ്പോഴും കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ അകത്ത് യേശു ചെയ്യുമെന്നൊരു ധൈര്യം തന്നെ ഇവിടുന്ന് ഉണ്ടായി വരുന്നുണ്ട്. ഒരേ സമയം ചോർന്നു പോകുന്നുണ്ട്, ഒരേ സമയം ഉണ്ടായി വരും. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് പിന്നെയും നമ്മളെ ഉറപ്പിക്കുക, ഇല്ല, നീ അത്ഭുതം കണ്ടിരിക്കും, നിന്റെ ജീവിതത്തിൽ പ്രവൃത്തി ഉണ്ടായിരിക്കും, നീ ദൈവത്തിന്റെ പ്രവൃത്തി കാണുമെന്ന് നമ്മളെ നിർബന്ധിക്കുക. ഇതൊക്കെ ഈ ഫീലിങ്സ് ഒക്കെ വരുമ്പോൾ, ഈ ഫീലിങ്സിനെ പറ്റി എന്ന് പറയുന്നത്, ഈ ഫീലിങ്സിനെ പറ്റി പറയുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ മരുഭൂമിയുടെ അവസ്ഥ മാറുന്ന ഫീലിങ്സ് നമുക്ക് അറിയണമല്ലോ. ഞാൻ രക്ഷപ്പെടുവോ ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചാൽ വല്ലോ ഗതി പിടിക്കുവോ, ഞാൻ അങ്ങനെ അങ്ങ് പറയുമോ? ചിലർ ചോദിക്കത്തില്ല, പ്രാർത്ഥിച്ചാൽ ബ്രദറെ രക്ഷപ്പെടുവോ? രക്ഷപ്പെടും എന്നുള്ളതിന്റെ റെസീറ്റ് ഞാനിപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വന്നില്ലെങ്കിൽ വീണ്ടും പ്രാർത്ഥിക്കണം. ആർക്കെങ്കിലും ഉള്ളിലുണ്ടോ ബ്രദറെ, എനിക്ക് വിഷയങ്ങൾ അവിടെ തന്നെ ഉണ്ട്, പേടിയുണ്ട്, സങ്കടമുണ്ട്, ധൈര്യമുണ്ട്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഉറപ്പ്, വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷെ യേശു ചെയ്യും, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഉറപ്പ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ആമേൻ. ആമേൻ. ഉണ്ടെങ്കിൽ ധൈര്യപ്പെട്ടോ. റെസീപ്റ്റ് അത് ഇമോഷനുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉയരത്തിലെ ശക്തി വരുമ്പോൾ എൻ്റെ മരുഭൂമിയെ മാറ്റാൻ പോവുക, ആള് വന്നു, നല്ല ഒന്നാന്തരം ജീവജലത്തിൻ്റെ നദി അങ്ങോട്ട് മരുഭൂമിയിലേക്ക് ഒഴുക്കാൻ പോവുക. വെള്ളമാണല്ലോ അവിടുത്തെ കുഴപ്പം. സൂര്യൻ്റെ ബലമെന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? സൂര്യൻ പറയും ഏതവൻ വന്നാലും ഞാൻ ഇവിടെ ചുട്ട് പൊള്ളിച്ച് അവൻ എന്ത് ചെയ്യും? കരിച്ചു കളയും, ഈ മരുഭൂമിയിലിട്ട് തീർക്കും. ഒരു തരി വെള്ളം ഞാൻ കാണിക്കത്തില്ല. പരിശുദ്ധാത്മാവ് പറയും ഞാനാകുന്ന ജീവജല നദി അങ്ങോട്ട് മരുഭൂമിയിൽ ഒഴുകാൻ തുടങ്ങാൻ, സൂര്യനെ നീ എത്ര ചൂടടിപ്പിച്ചാലും ഇവിടെ ഞാനൊരു പൂന്തോട്ടമാക്കും, ഇത് ഞാനൊരു വാനമാക്കി മാറ്റും. ഇതാ പരിശുദ്ധാത്മാവ്. പിശാചിനെ എത്ര വലിയ തന്ത്രം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം എത്ര കുട്ടിച്ചോറാക്കാൻ നോക്കിയാലും പരിശുദ്ധാത്മാവ് പറയും ഞാൻ തീരുമാനിച്ചിരിക്കുക. ഈ വചനം കേൾക്കുമ്പോൾ ഉറപ്പിച്ചോണം, എൻ്റെ ദൈവം എന്നെ വാനമാക്കി മാറ്റാൻ പോകും, അനേകർക്ക് ഫലം കൊടുക്കുന്ന വ്യക്തിയായി ധൈര്യപ്പെടും. ഈ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു, നമ്മൾ പലപ്പോഴും പറഞ്ഞത് ധൈര്യപ്പെടാനാ അല്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് സഹോദരാ ധൈര്യപ്പെടും. ഇവിടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി, ഇവിടെ എന്നെ എഴുതിയേക്കുന്നത്
3-ാം വാക്യം ഒന്ന് വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് വായിച്ച് പയ്യെ വായിക്കണം, സ്ലോയിൽ എന്ന് വെച്ചാൽ സ്പീഡ് കുറച്ച്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ, ധൈര്യപ്പെടുക എന്നാണോ പറഞ്ഞത്, ധൈര്യപ്പെടുത്തിയിരിക്കുന്നതാണോ? ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. നമ്മളും ദൈവം തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മൾ പറയും സഹോദര സഹോദരി ധൈര്യപ്പെടും. യേശു എന്ത് ചെയ്യുന്നറിയോ? ധൈര്യപ്പെടുത്തുക. വ്യത്യാസം മനസ്സിലായോ? നമ്മൾ പറയും ബലപ്പെട്, ദൈവം ബലം തരുക. ഇതാ വ്യത്യാസം. ഇപ്പം ഞാൻ വന്നിട്ട് പറയാം ബലപ്പെട്, എനിക്ക് നിങ്ങളുടെ അകത്ത് ഒരു ബലം വാങ്ങാൻ പറ്റുമോ? ഇപ്പം ഗീതാ സഹോദരി പറയും ബ്രദറെ എനിക്ക് കടഭാരമായിട്ട് വിഷയമായിട്ട് ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടിട്ട് എനിക്ക് ഒരു രക്ഷയില്ല. ഞാൻ പറയാം സഹോദരി ബലപ്പെട്. എനിക്ക് ഗീതാ സഹോദരുടെ ഉള്ളിൽ കയറി ഇരുന്ന് ബലപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. പക്ഷെ ദൈവം വചനം പറയുന്നു, അവൻ ബലം പെടുത്തുക എന്നല്ല, ബലം നൽകി, ധൈര്യം നൽകി. മനസ്സിലാകുന്നുണ്ടോ? ഇത് രണ്ടും വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, എൻ്റെ വിഷയം ഓക്കെയാ. പക്ഷെ പിശാച് എല്ലാ ദിവസവും ജോലിക്കാരൻ, അവൻ്റെ ജോലി അവൻ ചെയ്തുകൊണ്ടിരിക്കും. മാറത്തില്ല. ഇത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ബലവും ധൈര്യവും അകത്തുണ്ടാകുന്നുണ്ടോ, എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് വരുമ്പോൾ ബ്രദറെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു കുഞ്ഞായിട്ട് എൻ്റെ ഉള്ളിൽ പറയുക യേശു ചെയ്യുമെന്ന്. മതി. ഈ ഫീലിങ്സ് വന്നെങ്കിൽ അത് വർദ്ധിക്കും. അത് വർദ്ധിക്കുമ്പോൾ അവസ്ഥകൾ മാറാൻ തുടങ്ങും. എൻ്റെ അത്ഭുതം ഉണ്ടാകുന്നുള്ളതിൻ്റെ തെളിവ് എന്നാന്ന് വെച്ചാൽ എൻ്റെ അകത്തൊരു കോൺഫിഡൻസ്, ഞാൻ എൻ്റെ വിഷയങ്ങൾ മാറാൻ തുടങ്ങും. കൈവച്ച് പറ. ഓരോ ദിവസം പറയും തോറും നിങ്ങളുടെ ശരീരം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തെളിവ് എന്നാണെന്നറിയാവോ? ഈ ബലവും ധൈര്യവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോകരുത്, ആവശ്യമില്ലാതെ സംസാരിക്കാൻ പോകരുത്, ആവശ്യമില്ലാതെ കേൾക്കാൻ, ഇതെല്ലാം കെട്ടുപോകും. ഈ ബലവും ധൈര്യവും ചോർന്നു പോകും. ഇത് ചോർന്നു പോകുന്ന ഒരു സാധനവും കേൾക്കാൻ പോകരുത്. ദൈവത്തിൽ ബലപ്പെടുന്ന, സൗഖ്യം നടക്കുമെന്നോ അത്ഭുതം നടക്കുമെന്നോ ഉറപ്പുള്ള വചന പ്രസംഗങ്ങളെ കേൾക്കാവുള്ളൂ. വേറെ ചപ്പും ചവറും ഒന്നും കേൾക്കാൻ പോകരുത്. ചപ്പും ചവറും എന്ന് പറയാൻ കാരണം പൗലോസ്ലീഹ പറഞ്ഞു ഇതെല്ലാം ചപ്പും ചവറും എന്ന് എണ്ണുകയാണ്. അങ്ങനെ എണ്ണേണ്ട ചിലതുണ്ട്. ചപ്പും ചവറും എന്ന് എണ്ണണം. അദ്ദേഹം ജ്ഞാനത്തെ പറ്റിയാ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാം ചപ്പും ചവറും. എന്താ ചപ്പും ചവറും? വേസ്റ്റ്. അതൊക്കെ എനിക്ക് ഒരിക്കലും അത് ധൈര്യം തരത്തില്ല. തെറ്റായ വ്യാഖ്യാനങ്ങൾ എനിക്ക് ചപ്പും ചവറുകളുമാണ്. തെറ്റായ വ്യാഖ്യാനങ്ങൾ എൻ്റെ ധൈര്യം കെടുത്തുന്നതാണ്. തെറ്റായ വ്യാഖ്യാനങ്ങൾ എൻ്റെ ബലം കെടുത്തുന്നതാണ്. തെറ്റായ വ്യാഖ്യാനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് വിരോധമായി കേൾക്കുന്നതാണ്. അതിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഞാൻ അത്ഭുതമാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് രോഗികളായി ഭാരപ്പെടുന്നവർ കൈവച്ചിട്ട് പറയണം. കൈവച്ചിട്ട് പറ, രോഗമേ നിനക്കേ മാറാൻ പറ്റത്തുള്ളൂ. ദൈവത്തിനും വചനത്തിനും മാറാൻ പറ്റത്തില്ല. ദൈവം മാറത്തില്ല. നീ മാറിയേ പറ്റത്തുള്ളൂ. പറഞ്ഞ്, നീ മാറിയേ പറ്റത്തുള്ളൂ. നീ പോയേ പറ്റത്തുള്ളൂ. എനിക്ക് നിന്നെ ചുമക്കാൻ മേല. നീ മാറിയേ പറ്റത്തുള്ളൂ. അങ്ങനെ തന്നെ പറഞ്ഞു പ്രാർത്ഥിച്ച് നിങ്ങൾ പറ, എനിക്ക് ചുമക്കാൻ മേലെ ഈ വേദന, എനിക്ക് ചുമക്കാൻ മേലെ ഈ രോഗം, എനിക്ക് കർത്താവ് എനിക്കിത് ചുമക്കാൻ മേല. എനിക്കിത് കർത്താവിൻ്റെ വാചനം എനിക്ക് ചുമന്നാൽ മതി. ഞാൻ ആ ചുമന്നുകൊണ്ട് ലോകം മുഴുവൻ പൊക്കോളാം. ലോകരാജ്യങ്ങളിൽ മുഴുവൻ ഞാൻ പൊക്കോളാം. യേശുവിൻ്റെ സാക്ഷിയായി ഞാൻ ലോകം മുഴുവൻ പൊക്കോളാം. അങ്ങനെ തന്നെ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ മേൽ അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അത്ഭുതകരമായ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ അധികാരമുള്ള നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ചേ. എന്നാൽ ഉള്ളിലേക്കൊരു ബലം നിറയുക. ഇന്ന് സൗഖ്യം കൈ എടുക്കുമ്പം അവിടെ ആ രോഗശക്തി വേദന അവിടെ നിന്ന് മാറിയിരിക്കും. കൈവച്ച് എന്നിട്ട് പറയണം, എനിക്കിത് ചുമക്കാൻ പറ്റത്തില്ലെന്ന് പറയാം. എൻ്റെ യേശുവിൻ്റെ ആഗ്രഹം ഞാൻ രോഗവും ചുമന്നുകൊണ്ട് നടക്കാനല്ല. അങ്ങനെ തന്നെ പറഞ്ഞു. നിങ്ങളെപ്പോഴും ഓർത്തോണം, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഈ നാറ്റമുള്ള നിങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രവും ചുമന്നുകൊണ്ട് കല്യാണ വീട്ടിൽ പോകുവാൻ നാറ്റം വമിക്കുന്ന ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ രോഗം അങ്ങനെയുള്ളതാ. ദൈവത്തിന് ഇഷ്ടമല്ല, എനിക്കത് വേണ്ട, ഞാൻ ചുമക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ പറയണം, ഇന്ന് ഇപ്പോൾ ഈ നിമിഷം ഞാൻ അതിനെ എറിഞ്ഞു കളയുന്നു. എനിക്ക് സൗഖ്യമായേ പറ്റത്തുള്ളൂ.
ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും. കാര്യം ദൈവത്തിനോ വചനത്തിനോ മാറാൻ പറ്റത്തില്ലെന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, കർത്താവിൻ്റെ ദാരിദ്ര്യം എന്നെ സമ്പന്നനാക്കിയിരിക്കുന്നു, കർത്താവിനാൽ എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ കുടുംബം ഇന്ന് അനുഗ്രഹമാണ്. അതുകൊണ്ട് എൻ്റെ കുടുംബ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും, എൻ്റെ പ്രതിസന്ധികൾ മാറുക തന്നെ ചെയ്യും, എനിക്ക് തലമുറയെ കിട്ടുക തന്നെ ചെയ്യും, എനിക്ക് അത്ഭുതം ഉണ്ടാകുക തന്നെ ചെയ്യും. എന്നെ നിന്ദിക്കുന്നവർ പരാജയപ്പെടും, എന്നെ തോൽപ്പിക്കാൻ നിൽക്കുന്നവരെല്ലാം നാണിച്ചു പോകും. ഞാൻ അസൂയ തോന്നുമാറ് ഞാൻ ഉയരും, വളരും, സാക്ഷിയാകും. ഈ നിമിഷം അതിൻ്റെ എനർജി റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ ഈ നിമിഷം മുതൽ കർത്താവ് അങ്ങനെ ചെയ്യുന്നു, കർത്താവ് അങ്ങനെ ചെയ്യുന്നു. ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് തൊടുന്നതിന് നന്ദി. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് മുതൽ തീരുമാനിച്ചത് നിങ്ങൾ പറഞ്ഞോണം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഈ നാളെ ഞാൻ ചോദിക്കുമ്പോൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ അകത്ത് വീഴുന്ന വചനങ്ങളെ എടുത്തോണ്ട് പോകുന്നുണ്ട് പിശാച് വന്ന്, ശ്രദ്ധിച്ചോണം, കളയാൻ സമ്മതിക്കല്. ആലോചിക്ക്, ഒരു ദിവസം കേട്ടത് പിറ്റേ ദിവസം മറക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. കാര്യം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ പയ്യെ അടിച്ചോണ്ട് പോകാൻ നിൽക്കുക. എത്ര പേര് തയ്യാറാ വിട്ട് കൊടുക്കത്തില്ലെന്ന് പറയാൻ? ആമേൻ. നാളെ ഞാൻ ഏത് സന്ദർഭമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന്, വചനത്തിൽ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. വചനം വരുമ്പോൾ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങളുടെ വിഷയത്തെ ഏറ്റെടുത്തുന്നുള്ളതിന് നമുക്ക് ഇമോഷനിൽ മനസ്സിലാകുന്നത് ഈ ബലവും ധൈര്യവും ഒക്കെ ഇമോഷനുകളാണ്, നമ്മുടെ ഫീലിങ്സുകളാണ്, ഇമോഷണൽ ഫീലിങ്സുകളാണ് ഇത് വരുന്നത്. ഒരു വ്യക്തിക്ക് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവൻ്റെ ശരീരത്തിൽ കുഴപ്പമൊന്നും, പക്ഷെ മനസ്സ് തകർന്നു പോകുന്നത് ഫീലിങ്സാണ്. സമാധാന ഫീലിങ്സാണ്, സന്തോഷം ഒരു ഫീലിങ്സാണ്. പല്ലുകൊണ്ടത് ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കണ്ണുനീര് വരുമ്പോൾ അതിൻ്റെ അകത്തൊരു ഫീലിങ്സാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആ ഫീലിങ്സ് ബലവും ധൈര്യമാണ്. ഇത് ഞാൻ നാളെ ചോദിക്കുമ്പോൾ ആലോചിച്ച് പറയുന്നവർ ഓർത്തോണം, ശ്രദ്ധിക്കണം. മറന്നു പോകുന്നവർ ശ്രദ്ധിച്ചോണം. എന്തോ സംഭവം നിങ്ങളിൽ നിന്ന് മിസ്സാകുന്നുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് എവിടെയൊക്കെയോ പിശാചിന് മനസ്സിലായി. വിട്ടുകൊടുക്കരുത്. പിശാച് നീയല്ല ശക്തൻ, എൻ്റെ ദൈവമാ ശക്തൻ, എനിക്ക് അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയും, നിങ്ങൾ ഒത്തിരി സാക്ഷ്യം പറയും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഒത്തിരി സാക്ഷ്യമായി തീരും. നിങ്ങൾ സാക്ഷ്യമായി തീർന്നിരിക്കും. കാര്യം നമ്മൾ കേൾക്കുന്നത് മാറാത്ത വചനത്തെ പറ്റി, അല്ലാതെ ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയുന്ന ഒരു വ്യക്തിയുടെ വചനമല്ല. മാറാത്തവൻ, വാക്കുമാറാത്തവൻ. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് സാക്ഷ്യങ്ങളെ കേൾക്കാം. വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയാൻ വേണ്ടിയാണോ? ബ്രദർ പറഞ്ഞു. സാക്ഷ്യം പറയാനുണ്ട് ബ്രദർ. ഞാൻ എൻ്റെ മോന് 10th പഠിക്കുന്ന മോന് പഠിത്തത്തിൽ ഒത്തിരി ഇൻട്രസ്റ്റ് കുറവായിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രയർ ഗ്രൂപ്പ് ജോയിൻ ചെയ്തു. ഒരു സെക്കൻഡ് സിസ്റ്റർ മ്യൂട്ടായി പോയി. സിസ്റ്റർ പറയുന്ന ആളൊഴിച്ച് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ, എൻ്റെ മൂന്നാമത്തെ കുട്ടി 10th അപ്പൊ ഞാൻ എല്ലാവരോടും പ്രയർ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ബ്രദറിനോട് ഞാൻ ഒത്തിരി പറഞ്ഞിരുന്നു. ഒത്തിരി വിഷമത്തിലായിരുന്നു. അപ്പൊ ഞാൻ ജോയിൻ ചെയ്യുന്ന ഒരു December 16th. അപ്പൊ ഞാൻ ജാനുവരി ആയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മോന്റെ ഇൻട്രസ്റ്റ് സ്റ്റഡീസിനോട്ടുള്ള കൂടി, മോൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു പഠിക്കാൻ മമ്മി നല്ലതായിട്ട്. ഇപ്പൊ ബ്രദർ ഒത്തിരി അത്ഭുതം എന്ന് വെച്ചാൽ ICSE റിസൾട്ട് ഡിക്ലെയർ ചെയ്തു. മോന് 85% മാർക്കുണ്ട്. അതൊരു ഒത്തിരി ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ തമ്പുരാന് 100 കോടി നന്ദി പറയുന്നു. യേശുവെ നന്ദി. തീർച്ചയായും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഭാരപ്പെട്ട വിഷയമാണ്. മോന് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ പഠിക്കാനോ അതിലൂടെ ശ്രദ്ധിക്കാനോ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ, ഒരു താല്പര്യമില്ലാതിരിക്കുന്ന സമയത്താണ് ഒത്തിരി ഭാരപ്പെട്ട് ഒത്തിരി നിർബന്ധിച്ച് നടന്നില്ല. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ ആ വിഷയം കൊടുത്തു. ആ മകൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എനിക്ക് പഠിക്കണം. അത് മാത്രം വെറുതെ പറയുകയല്ല, അതിൻ്റെ റിസൾട്ട് ഇപ്പം കാണാൻ ഇടയായി തീർന്നു. ചെറിയ കാര്യമല്ലത്. അവൻ്റെ ഇൻട്രസ്റ്റ് തന്നെ ദൈവം മാറ്റിക്കളഞ്ഞു. പഠിത്തത്തോട് ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്നവൻ ഇങ്ങോട്ട് വന്നിട്ട് കൊച്ചു പറഞ്ഞു എനിക്ക് പഠിക്കണമെന്ന് പറയാൻ തക്കവണ്ണം ദൈവം അവൻ്റെ ഹൃദയത്തോട് കുഞ്ഞിനെ ഇടപെട്ടതിന് നന്ദി. ആ വലിയ റിസൾട്ടിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദർ. ഹലോ, പറഞ്ഞു. ബ്രദർ, 1 മാസമായിട്ട് പിന്നെ ഞാനിവിടെ സൗദിയിൽ വന്നിട്ട് 8-ാം തീയതിയാണ് വന്നത്. ആ സമയത്ത്
ബ്രദറിനെ വാട്സപ്പ് ചെയ്തു. ആ സമയത്ത് അന്ന് തൊട്ട് നമ്മള് ഈ മീറ്റിങ്ങിൽ നമ്മൾ എന്നും വൈകുന്നേരത്ത് കയറുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ പറ്റിയിട്ടില്ല. 2-3 മാസമായിട്ട് നല്ല കുറുക്ക് വേദനയാണ്. ഈ വന്ന 1 മാസമായിട്ട് നല്ല കുറുക്ക് വേദനയായിരുന്നു. ഇപ്പൊ എനിക്ക് ഈ കുറച്ച് ഒരു 10 മിനിറ്റിന് മുന്നേ ആയിട്ട് വേദനകളെല്ലാം മാറിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര കുറുക്ക് വേദനയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നല്ല രീതിയിൽ മാറി. ബ്രദർ അത് എന്തേ കുറുക്ക് വേദന എന്ന് പറഞ്ഞാൽ ക്ലിയർ കുറുക്ക് വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റൂല, നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്കും നല്ലൊരു നടുവിന് കുറുക്ക് വേദന. നടുവിന് എനിക്ക് നടുവിന്, അതെ. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം ഈ എനിക്കിപ്പം നടുവേദന മാറുന്നു പറഞ്ഞപ്പോഴാണ് ബ്രദറിന് സൗഖ്യം നടന്നത്. അതെ 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 അതെ. ഓ, ഒരുമിച്ച് എല്ലാവരും ഒരു ഹാലലി പറഞ്ഞോട്ടെ, നന്ദി പറഞ്ഞോട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. പ്രിയ റിജേഷ് ബ്രദർ ഈശോയെ നന്ദി, എനിക്കത് ഈശോയെ ആ വാക്ക് സ്തോത്രം. മനസ്സിലാകാത്തതുകൊണ്ടാണ്. ആ റിജേഷ് ബ്രദർ പറഞ്ഞ് കേട്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ നടുവിന് ഇരിക്കാനും എത്ര നാളായിട്ട് ബ്രദറെ അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 2-3 മാസമായിട്ട് ഉണ്ട്. 2-3 മാസമായിട്ട് നോക്കി, 2-3 മാസമായിട്ട് നടുവിന് വേദന. പക്ഷേ എത്ര പേരത് കേട്ടായിരുന്നു? ദൈവാത്മാവ് സംസാരിച്ച് നടുവിന്റെ മേൽ ദൈവം തൊടുവന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പൂർണ്ണമായി മാറിയല്ലേ ബ്രദറെ? മാറി മാറി മാറി. ആമേൻ. ഒരുമിച്ച് വീണ്ടും ഒരു ഹാലലിയ പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, രോഗത്തിനെ മാറാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന് മാറാൻ പറ്റത്തില്ല. ആമേൻ. നന്ദി കർത്താവേ. പ്രിയ ബ്രദറിനെ കർത്താവ് വലിയ സൗഖ്യം തന്നെയാണ്. കാര്യം നമുക്കറിയാം, നടുവേദനയൊക്കെ ആയിട്ട് ഭാരപ്പെട്ട നമുക്കറിയാം. പ്രത്യേകിച്ച് ഇത് 3 മാസമായിട്ട് പ്രിയ ബ്രദർ അന്യരാജ്യത്ത് അനുഭവിക്കുവാണ്. യേശു മകനെ തൊട്ടതിന് നന്ദി. കർത്താവ് സൗഖ്യം ദൈവം വെളിപ്പെടുത്തി അത് സൗഖ്യമാക്കിയത് നന്ദി യേശുവേ, അങ്ങയുടെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ബ്രദർ വന്നത് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, വണ്ടി ഓടാനായിട്ട്. പക്ഷെ ഈ വരുന്ന ചൊവ്വാഴ്ച രാവിലെ 8 മണിക്കാണ് നമ്മുടെ ലൈസൻസിന്റെ ടെസ്റ്റ്. ബ്രദർ പ്രാർത്ഥിക്കണം. നാളെ ഞാൻ വിളിക്കാൻ വേണ്ടിട്ട് ഇരിക്കുകയായിരുന്നു. വാട്സപ്പിലോട്ട് മെസ്സേജ്. തീർച്ചയായും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ദൈവം ഒരു സ്പർശനം പ്രിയ മകന്റെ മേൽ കൊടുത്തല്ലോ. അത് സൗഖ്യം മാത്രമല്ല, വരുന്ന ദിവസങ്ങളിലെ പരീക്ഷ അതൊരു ജയമാക്കി ഞങ്ങൾ റിലീസ്. ഇതൊരു അടയാളമാകട്ടെ. മകന് കൊടുത്ത സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അതൊരു ജയമായി മാറ്റുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. പൂർണ്ണ ജയത്തെ കൽപ്പിക്കുന്നു. അവിടുത്തെ എക്സാമിനറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൻ അനുകൂലമാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളുടെ കിണറ്റ് വെള്ളമില്ലായിരുന്നു ബ്രദറെ, ഒട്ടും വെള്ളമില്ലായിരുന്നു. ഇന്നലെ ഞാൻ കിണറെ തൊട്ടിട്ട് യേശുവിന്റെ നാമത്തിൽ നീരുറവ് തുറക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. കിണറെ തൊട്ട് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കഴിഞ്ഞു കിട്ടി. തൊട്ടി നിറഞ്ഞു മുങ്ങി വന്ന് മോട്ടറെ കയറിയില്ലെങ്കിലും ഉണങ്ങിക്കിടക്കുന്ന പോലത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. അതൊന്ന്. രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ആങ്ങളുടെ ഒരു കുഞ്ഞിന്റെ ഒരു കമ്മലിന്റെ ആണി ഇന്ന് കളഞ്ഞു പോയി. അവൾ എന്ത് പറഞ്ഞാലും ഓടി വന്ന് എന്നോട് പറയും, അച്ഛൻ കേൾക്കാതെ, പിന്നെ അപ്പേ യേശുവിനെ പ്രാർത്ഥിക്കെന്നും പറഞ്ഞു. അവരുടെ അച്ഛൻ എന്നോട് മിണ്ടിയിട്ട് ബൈബിൾ എടുത്തെന്നും പറഞ്ഞ് 8 വർഷമായി. കൊച്ചു ഓടി വന്നെല്ലാം പറയും. അങ്ങനെ ഞാൻ എന്നെ വിളിച്ചോണ്ട് പോയി പ്രാർത്ഥിപ്പിച്ചു. ഉടൻ തന്നെ കമ്മലിന്റെ ആണി കിട്ടി. അങ്ങനെ അവള് പിന്നെ നല്ല പാട്ടൊക്കെ പാടും എൻ്റെ കൂടെ വന്നിരുന്നു. ഇങ്ങനെ യേശുവിനെ എന്നും പറഞ്ഞു അവരുടെ സ്കൂളിലൊക്കെ പാടിയെന്നൊക്കെ പറഞ്ഞിന്ന് തേനയൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ട്യൂട്ടോറി പാടിയപ്പോ അങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ എനിക്ക് ഈയിടെ കിട്ടുന്നുണ്ട്. അമ്മി തീർച്ചയായിട്ടും കേസ് ഞാൻ കൂടെ പറഞ്ഞില്ലേ, നമ്മൾ നമ്മുടെ ശരീരത്തിനോ നമ്മുടെ വിഷയത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ മുമ്പിൽ ഏതാണ് നമുക്കിപ്പോൾ ഈ ചൂടുകാലത്ത് കിണറ്റിലെ വെള്ളം പറ്റിയുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വെള്ളത്തിന്റെ ആവശ്യം. പക്ഷേ വെള്ളം വറ്റിപ്പോയി. സാധാരണഗതിയിൽ എന്ത് ചെയ്യാം? കാശും എടുത്ത് നമുക്ക് വേണേൽ വെള്ളം അടിക്കാം. പക്ഷെ കൈവച്ച് പ്രാർത്ഥിച്ചു. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഏത് വിഷയവും ചിരിക്കുന്നവൻ ചിരിക്കട്ടെ, കളിയാക്കുന്നവൻ കളിയാക്കട്ടെ, നമ്മുടെ ആവശ്യങ്ങളെ യേശു തന്ന അധികാരത്തെ ഉപയോഗിച്ചാൽ ഏതും വിടുതലുണ്ടാവും. പറഞ്ഞ പോലെ വെള്ളം വരുവാൻ നമുക്കറിയാം, വേനൽക്കാലത്ത് വരിക എന്നുള്ളത് അസാധ്യമാണ്. പക്ഷെ അത് പൊങ്ങി വരും. നീരുറവകൾ വരുമെന്ന് പറഞ്ഞാൽ വചനം പറയുന്നുണ്ടെങ്കിൽ നീരുറവ വരും. കുഞ്ഞ് പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനൊരു വിഷയം ഉണ്ടായപ്പം അത് വലിയൊരു അടയാളം തന്നെയാണ്. കുഞ്ഞിൻ്റെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അത് ഓടി വന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ അത് കിട്ടുമെന്ന കുഞ്ഞിന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന വചനം ചെറുതല്ല. അത് പ്രാർത്ഥനയിൽ അത് ലഭിച്ചു. വേണം നഷ്ടപ്പെട്ടു പോകാമല്ലോ, പോട്ടെ. പക്ഷെ ആ കുഞ്ഞ് വന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ഉണ്ടെന്ന് കേൾക്കുക മാത്രമല്ല, അത് കാണിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ ആ ചെറിയ കാര്യവും ദൈവം വിശ്വസ്തനാണ്. അത് ചെയ്തതിന് നന്ദി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പിന്നെ ഞങ്ങള് പാലക്കാട് നിന്ന് കോട്ടയത്തോട്ട് പോരുകയായിരുന്നു. അപ്പോ മൂവാറ്റുപുഴ കഴിഞ്ഞു ഭയങ്കര മഴ. അങ്ങനെ മഴ ഭയങ്കര കണ്ണ് കാണാത്ത മഴ. അപ്പൊ മൂവാറ്റുപുഴ അറിയാലോ, ഈ അതിന്റെ ഇപ്പോൾ ഹെയർ പിൻ വളവുകളും ഒക്കെ ഉള്ളതുകൊണ്ട്
അപ്പൊ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, യഹോവേ എന്നെ വിളിച്ച് രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ച് രക്ഷിക്കുക, ഞാൻ നിനക്ക് മുമ്പേ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാദികളെ താക്കി ഇരുമ്പോടാമ്പുകളെ ഓടിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ആ വചനം തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ കണ്ണ് കാണാൻ പറ്റാത്ത സ്ഥിതി എത്തിക്കഴിഞ്ഞപ്പോ വൈകുന്നേരം കൊണ്ട് നമുക്ക് നാലുമണിയൊക്കെ ഭയങ്കര മഴയായിട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ മോനിക്കൊണ്ടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോ ഒന്ന് ഒതുക്കിയിട്ട് എന്തായാലും കർത്താവ് ഒരാപത്തും കൂടാതെ ഇവിടെ വീട്ടിലെത്തിച്ച് അതിനോർത്ത് നന്ദി പറയും. മനസ്സിലാക്കുക. സ്തോത്രം. നന്ദി കർത്താവേ. എൻ്റെ ഹല്ലേലൂയ. പ്രിയപുത്ര പറഞ്ഞ പോലെ തന്നെ കർത്താവെ അങ്ങ് സൂക്ഷിച്ചല്ലോ, അങ്ങ് പരിപാലിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. കർത്താവ് ഇന്ന് കേട്ടതുപോലെ നമുക്കറിയാം ആപത്തുള്ള അനർത്ഥങ്ങളും സംഭവിക്കാം ഈ പെരും മഴയത്ത്. പക്ഷേ ദൈവം പ്രാർത്ഥിച്ചു, ആ ഒരു പ്രൊട്ടക്ഷൻ കൂടെ കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചല്ലോ. നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രദറെ, ഞാൻ അവിടെ എപ്പോഴും എന്റെ സിസ്റ്റർ പറഞ്ഞു. അവിടെ ബാംഗ്ലൂരിന് അവൾ ഇട്ടിട്ടുണ്ട് അവളുടെ നടുവിന്. അവൾക്ക് മിണ്ടാൻ പറ്റത്തില്ല, അവളുടെ ഹസ്ബൻഡ് വിശ്വാസത്തിലല്ല. അപ്പൊ അതുകൊണ്ട് അവൾക്ക് മിണ്ടാൻ പറ്റത്തില്ല. അവൾക്ക് നടുവിന് ഭയങ്കര വേദനയായിട്ടിരിക്കുന്ന ആളാ. അവൾക്ക് വേദനയ്ക്ക് കുറവുണ്ടെന്ന് പറഞ്ഞ് അവള് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോന്ന് അറിയത്തില്ല. അതുകൊണ്ട് സോറി, ഞാനൊന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു. ഈ 2 ദിവസമായിട്ട് എനിക്ക് വാട്സാപ്പ് ശരിക്കും നോക്കാൻ പറ്റില്ല. ഇല്ല, ഒത്തിരി അവളിപ്പം റിക്വസ്റ്റുകൾ. ഇതിനകത്ത് ജനറൽ ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തിട്ട്. അതുകൊണ്ട് ഓക്കെ ഓക്കെ yeah. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും മാറ്റമുണ്ട് അല്ലേ? കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ആമേൻ. ഞാൻ ഈ 2 ദിവസം അത് പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ 2 ദിവസത്തെ മെസ്സേജുകൾ എനിക്ക് കുറച്ച് മിസ്സായിട്ടുണ്ട്. ഞാനത് റിപ്ലൈ തരും. ഈ 2 ദിവസം ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു. ഇന്ന് ഞാൻ തിരക്കിലാണ്. കുറച്ച് മുമ്പ് ഞാൻ ഫ്രീ ആയത്, ഇവിടെ പ്രയർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഞാനതിന് മറുപടികൾ തന്നോളാം. ഭാരപ്പെടേണ്ട, പ്രാർത്ഥിച്ചോളാം. ഇന്ന് കർത്താവ് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയ വേദനയാൽ ഭാരപ്പെട്ടത് ഈ ഒരു വ്യത്യാസം കൊടുത്ത് നന്ദി കർത്താവേ. ആ സൗഖ്യത്തിനും ഇനി അത് പോരെ കർത്താവേ, വ്യത്യാസം മാത്രം പോരാ, പൂർണ്ണ സൗഖ്യമാണ് ദൈവം ക്രൂശിലൂടെ നേടിത്തന്നത്. അത് ഞങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ കൽപ്പിക്കുന്നു. ഈ നിമിഷം തന്നെ അത് കംപ്ലീറ്റ് ആകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നു, ദൈവം നമ്മളെ പരിപാലിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. സാക്ഷ്യങ്ങൾ ചെറുതോ വലുതോ നല്ലതല്ല, സാക്ഷ്യം എല്ലാം വലുതാണ്. ഏത് സാക്ഷ്യവും വലുതാണ്. ഒരു മടിയും കാണിക്കരുത്. നമ്മുടെ സാക്ഷ്യങ്ങൾ, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുകയാണ്, നമ്മളെന്ന് പറയുന്ന ചെറിയ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ബലവും ധൈര്യവും നമുക്ക് തരും. അതുകൊണ്ട് സാക്ഷ്യം എപ്പോഴും വലുതാണ്. എല്ലാവരും നന്ദി പറയുന്നു. വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കേൾപ്പിച്ച സാക്ഷ്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിപ്പിക്കുന്നു. സൗഖ്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും പോര കർത്താവേ, വചനം പറയുന്നത് സംഭവിക്കും, ബാക്കി എല്ലാം മാറിപ്പോകും. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, മെഡിക്കൽ റിപ്പോർട്ടുകൾ കണ്ട് ഭാരപ്പെട്ടിരിക്കുവാണെങ്കിൽ ആ റിപ്പോർട്ടെ നോക്കിയിട്ട് പറ, രോഗമേ ഈ റിപ്പോർട്ടിൻ്റെ മേൽ ഞാൻ അത്ഭുതം കാണും, എൻ്റെ യേശു ജീവിക്കുന്നു എന്ന് പറഞ്ഞോണം. കർത്താവ് അത് ചെയ്യും. ഞാൻ എപ്പോഴും അത് കേട്ടിട്ട് വെറുതെ പോകരുത്. പലരുടെയും കുഴപ്പമില്ല, വചനം കേട്ടിട്ട് നിങ്ങളുടെ പാട്ടിൽ പോകാതെ ചേർന്ന് കേൾക്ക്, ഫോക്കസ് ചെയ്യ്. ഇതുമായിട്ട് ഞാൻ പോകത്തുള്ളൂ എന്നൊരു തീരുമാനത്തോടെ പ്രാർത്ഥനയ്ക്ക് കയറ്. അല്ലാതെ ഒന്ന് കയറി ബ്രദറിനെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് കയറി 2 ദിവസം കഴിയുമ്പോഴേക്ക് പിന്നെ വരുന്നത് ബ്രദറെ ഞാൻ കേട്ടായിരുന്നു കണ്ടായിരുന്നല്ല, പിടിച്ചു നിൽക്കുക. ആവശ്യം നിങ്ങളുടേതാ, അത്ഭുതം നിങ്ങളുടേതാ. അത് പിടിച്ചെടുക്കുന്ന കൃപ നമ്മുടെ മേൽ ദൈവം തന്നിട്ടുണ്ട്. അത് നമുക്ക് ലഭിക്കും നിശ്ചയം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കും